ഇന്ന് ഞാൻ ഉണക്കപ്പ വെച്ചൊരു കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ആദ്യം നമുക്ക് ഇറച്ചി തയ്യാറാക്കാനായിട്ട് 1 കിലോ ഇറച്ചി, എല്ലും ഇറച്ചിയും കൂടി ഒന്നിച്ചുള്ളതാണ്. 2 സവോള വഴറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് 2 കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി അല്ലി, 1 സ്പൂണ് ഗരം മസാല, പിന്നെ 2 സർവ്വസുഗന്ധിയുടെ 2 ഇല, നമ്മുടെ ആഫ്രിക്കൻ മല്ലിയുടെ 1 ഇല, പിന്നെ കറിവേപ്പില. അപ്പോൾ നമ്മൾ ഈ ഇറച്ചി തയ്യാറാക്കാനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇറച്ചി ഞാൻ അരമണിക്കൂർ മുമ്പേ കഴുകി വാരി ഉപ്പും മഞ്ഞളും കറിവേപ്പില ഇട്ട് തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. സവോള വഴറ്റിയത് 2 ഗരം മസാല, വെളുത്തുള്ളി അല്ലി, ഇഞ്ചി, സർവ്വസുഗന്ധിയുടെ ഇല, മല്ലിയില, കറിവേപ്പില, 1 കപ്പ് വെള്ളം ചേർത്ത് നമുക്കൊന്ന് വേവിക്കാൻ പറ്റാം. പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഗരം മസാല ഞാനിത് വാങ്ങുന്നതല്ല, ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കപ്പ തയ്യാറാക്കാം. അതിലേക്ക് ഇത് ഞാൻ ഇന്നലെ വൈകുന്നേരം വെള്ളത്തിലിട്ടതാണ്. ഇന്ന് രാവിലെ പെട്ടെന്ന് സമയം കിട്ടാൻ വേണ്ടി ഞാനിത് വേവിച്ച് വെച്ചു. 1 കിലോ കപ്പയാണ്, പാട്ടുകപ്പ. ഇതിൻ്റെ അരപ്പിന് വേണ്ടി ഞാൻ അരമുറി തേങ്ങയും 10 വറ്റൽമുളകും 1 പിടി കറിവേപ്പിലയും കൂടെ 2 ചെറിയ ഉള്ളി കൂടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ നമുക്ക് അരച്ച് കപ്പയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചി വെന്ത് പാകമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കപ്പ ഇടാം. ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയാണ്. ഇതിലേക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇടുക. ഇത്തിരി മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് പെരിഞ്ചീരകവും കൂടി ഇട്ടു. കുക്കർ അടയ്ക്കാം. ആവി കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇളക്കി വാങ്ങാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടിട്ട് നമുക്ക് ഇളക്കി കഴിഞ്ഞതാണ്. ഇനി അതിലേക്ക് 1 സവോള അരിഞ്ഞത്, 1 പച്ചമുളക് അരിഞ്ഞത്,